ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. PSC എക്സാം ഹെൽപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മളിന്ന് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ 10 മാത്സ് ആൻഡ് മെറ്റീരിയലിറ്റി ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ. 10 raised to x into 4 divided by 5 raised to x is equal to 2 raised to 8 ആയാൽ എക്സിൻ്റെ വില എത്ര? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് കൃത്യങ്ങ നിയമങ്ങൾ അല്ലെങ്കിൽ എക്സ്പോൺസിനകത്തുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 raised to x into 4 divided by 5 raised to x is equal to 2 raised to 8. നമ്മൾ ഈ 10 എന്നുള്ള വില മാറരുത്, ഇതിൻ്റെ രൂപം മാറ്റാം. 10 നമുക്ക് എങ്ങനെ വേണേലും എഴുതാം. 5 × 2 10, 8 + 2 10. ഓക്കെ, 5 + 5 10, 12 - 2 10. ഇതെങ്ങനെ എല്ലാം പല രീതിയിൽ എഴുതാം. അപ്പോൾ ഈ 10 എന്നുള്ള വില മാറരുത്, നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്കിതിനെ എഴുതാം. എങ്കിൽ ഞാൻ ഈ 10നെ ഞാൻ അങ്ങ് എഴുതും. 10നെ 5 × 2 എന്ന് എഴുതി. 5 × 2, 5 × 2 10 ആണല്ലോ. ഓക്കെ, ഈ 10ന് മേളിലൊരു പവർ എക്സ് ഉണ്ട്, ആ എക്സ് നമ്മൾ അതങ്ങ് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണേ? ഇനി എന്ത് എഴുതണം? × 4 ഡിവൈഡഡ് ബൈ 5 raised to x ഈക്വൽ ടു 2 raised to 8 എന്ന് കൊടുത്തു. ഇത്രയും വരെ ഓക്കെ ആണേ? ഓക്കെ, ഇനി ഇവിടെ എന്തിന് എക്സ് ഈ ബ്രാക്കറ്റുള്ള ഏതൊക്കെ സംഖ്യ കിടപ്പുണ്ടോ അതിനെല്ലാം ഈ എക്സ് ബാധകം. അതിന് ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ 2 × 5 × 2 ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് എഴുതിയേക്കുന്നത്. അതിന് മേളിൽ പവർ എക്സ് ഉണ്ട്. ഈ എക്സ് ഈ 5നും 2നും ബാധകമാണ്. നമ്മൾ എന്ത് ചെയ്യാം? ഇത് 2നും കൊടുക്കാം. 5 raised to x into 2 raised to x ഡിവൈഡഡ് ബൈ 5 raised to x. നിങ്ങൾ നോക്കട്ടെ, ഇവിടെ ഒരു 4 കിടപ്പുണ്ട്. 4 × 4 കിടപ്പുണ്ട്. ഇവിടുത്തെ ബേസ് താഴെയുള്ളതിനെ ബേസ് നിന്ന് മുകളിലുള്ളതിനെ പവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ബേസ് 2 ആയതുകൊണ്ട് ഇവിടുത്തെ കൂടെ ബേസ് അങ്ങ് 2 ആക്കാം. 2 ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4നെ 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം, ഈക്വൽ ടു 2 raised to 8 എന്ന് കൊടുക്കാം. ഓക്കെ അല്ല, 4നെ 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതി ഈക്വൽ ടു 2 raised to 8 എന്ന് കൊടുത്തു. ഓക്കെ, അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസുകൾ ഈക്വൽ ആണെങ്കിൽ നമുക്കിത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അത് കൃത്യങ്ങ നിയമത്തിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്തു. ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എന്താ 5 raised to x ഈ 5 raised to x കൂടെ അങ്ങ് ക്യാൻസലായി പോകും. ഇത് ക്യാൻസലായി പോയേ. ഇനി എന്തുണ്ട്? 2 raised to x × 2 raised to 2 ഈക്വൽ ടു 2 raised to 8. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. a raised to m × a raised to n സമം a raised to m + n. ഒരേ ബേസ് ഉള്ള രണ്ട് സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ രണ്ടിടത്തുനിന്നും പൊതുവായിട്ടൊരു ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കൂട്ടുക. ഇതാണ് റൂൾ എന്ന് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അപ്പം നോക്കിയാൽ ഇവിടുത്തെ ബേസ് 2 ഇവിടുത്തെ ബേസ് 2 ഒരേ ബേസ് ഉള്ള രണ്ട് സംഖ്യയെ ഗുണിക്കാൻ വന്നു. ഗുണിക്കുന്ന മേളിൽ കിടക്കുന്ന പൊതുവായിട്ടൊരു ബേസ് എടുത്ത് 2 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന പവറായ എക്സും 2 കൂടെ കൂട്ടാം, ഈക്വൽ ടു 2 raised to 8 എന്ന് കിട്ടി. ഇവിടെ വരെ ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു റൂൾ എന്ന് പറയുന്നത് സമത്തിന് അപ്പുറം ഇപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ മുകളിൽ കിടക്കുന്ന പവറുകളും തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ? സമത്തിന് അപ്പുറം ഇപ്പുറം കിടക്കുന്ന സംഖ്യകളുടെ ബേസ് എന്ന് വെച്ചാൽ താഴെ കിടക്കും. ഇത് രണ്ടും തുല്യമാണെങ്കിൽ മേളിൽ കിടക്കുന്ന പവറുകളും തുല്യമായിരിക്കും. ഇവിടെ 2 ആണ്, ഇവിടെ 2 ആയിരിക്കണം. ഇവിടെ 5 ആണ്, ഇവിടെയും 5 ആയിരിക്കണം. ഇവിടെ x ആണ്, ഇവിടെ x ആയിരിക്കണം. ഇവിടെ a ആണ്, a ആയിരിക്കണം. രണ്ടും ഒന്ന് തന്നെ വരണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയും 2 ഇവിടെയും 2. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് ബേസുകൾ തുല്യമാണെങ്കിൽ മേളിൽ കിടക്കുന്ന പവറായ x + 2ൻ്റെ വാല്യൂ 8 എന്ന് കൊടുക്കാം. x + 2ൻ്റെ വാല്യൂ 8. നമുക്ക് x + 2ൻ്റെ വാല്യൂ അല്ല വേണ്ടത്, വെറും എക്സിൻ്റെ വാല്യൂ മാത്രം മതി. എക്സിൻ്റെ വില എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ എക്സ് മാത്രമേ ഇവിടെ കാണാവുള്ളൂ. നമുക്ക് എന്താണ് വേണ്ടത് അത് മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ സമത്തിനപ്പുറം കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഈ 2 എന്ത് ചെയ്തേക്കുക? പ്ലസ് ചെയ്തേക്കുന്ന 2 സമത്തിനപ്പുറം പോയാൽ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്തേക്കുന്നത് പ്ലസ് ചെയ്യണം. കൂട്ടിയത് കുറയ്ക്കണം, കുറച്ചത് കൂട്ടണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഗുണിച്ചേക്കൊന്ന് ഹരിക്കണം, ഹരിച്ചേക്കൊന്ന് ഗുണിക്കണം. സമത്തിന് ഇപ്പുറത്ത് എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് പ്രവൃത്തി. അപ്പോൾ ഇവിടെ പ്ലസ് ചെയ്തേക്കുക, അപ്പുറത്തുമ്പോൾ മൈനസ് ചെയ്യണം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 8 - 2 = 6. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. രാജുവിന് ഒരു പരീക്ഷയിൽ 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിൻ്റെ 91% എങ്കിൽ ആകെ മാർക്ക് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ശതമാനത്തിനകത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കണം, രാജുവിന് ഒരു പരീക്ഷയിൽ ആകെ കിട്ടിയ മാർക്ക് 455 മാർക്കാണ്. ഇതെന്ന് പറയുന്നത്
മൊത്തം മാർക്കിൻ്റെ 91%. അപ്പോൾ അവിടെ പരീക്ഷ നടത്തിയേക്കുന്ന മൊത്തം മാർക്ക് എന്ന് പറയുന്നത് എപ്പോഴും 100% ഏതൊരു പരീക്ഷയ്ക്കുള്ള ആകെ മാർക്ക് എപ്പോഴും 100%. അതിൽ അവന് 91% മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അവന് കിട്ടിയേക്കുന്നത് 91% മാർക്കാണ് അവന് കിട്ടിയേക്കുന്നത്. അത് എത്ര മാർക്കാന്ന് പറയുന്നുണ്ട്? ഈ 91% മാർക്ക് എന്ന് പറഞ്ഞാൽ 455 മാർക്ക്. ഈ 91% മാർക്ക് 455 ആണ് എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അവന് കിട്ടിയ ആകെ ആ പരീക്ഷയുടെ ആകെ മാർക്ക് എത്രയെങ്കിൽ അയാൾ ആകെ മാർക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആകെ മാർക്ക് എപ്പോഴും എത്ര ശതമാനമാണ്? 100%. ഈ 100% മാർക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 91% നമുക്കറിയാം എത്ര? 455 എങ്കിൽ 100% എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാൻ ഒന്നുമില്ല, വളരെ സിമ്പിൾ. എന്ത് ചെയ്താണ്? ആദ്യം ഇത് തമ്മിൽ അങ്ങ് ക്രോസ് ചെയ്ത് ഗുണിക്കണം. ഓക്കെ, നമുക്ക് തന്നേക്കുന്നത് 455, നമുക്ക് കണ്ടുപിടിക്കേണ്ട ശതമാനം 100. അത് തമ്മിൽ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്ത് ഗുണിക്കണം. എത്ര? 455 × 100. ഓക്കെ ആണല്ലോ. നമുക്കറിയാവുന്ന ശതമാനം 91, അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തേക്കണം. ഓക്കെ, നമുക്കറിയാവുന്നത് 91 ആണ്. 91 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ 455% നമുക്കറിയാം. 455 മാർക്ക് നമുക്കറിയാം. അത് എത്ര ശതമാനം? 91. നമുക്ക് വേണ്ടത് 100%. അപ്പോൾ 100 കൊണ്ട് ക്രോസ് ചെയ്ത് ഗുണിക്കുക. 91 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 95 45 എന്ന് വെച്ചാൽ 90 × 5 എന്ന് പറഞ്ഞാൽ 450. 1 × 5 5. അപ്പോൾ എത്ര? 91 × 5 എന്ന് വെച്ചാൽ 455 എന്ന് വരും. 455. ഓക്കെ ആണല്ലോ കാര്യം. 90 × 5 450. അപ്പോൾ 5 പ്രാവശ്യം ഒന്നുകൂടെ വരുമ്പോൾ 5 വരും. ഓക്കെ ആണ്. അപ്പോൾ നോക്കണം, 91 × 5 എന്ന് പറയുന്നതാണ് 455. ഇവിടെ 5 കിട്ടും. ഓക്കെ ആണല്ലോ. എങ്കിൽ 455-നെ 91 ചേർച്ചാൽ 5 കിട്ടും. 5 × 100 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 500 എന്ന് കിട്ടും. നമുക്ക് ആ പരീക്ഷയുടെ ആകെ മാർക്ക് എന്ന് പറയുന്നത് 500 മാർക്കാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതെ, പ്ലസ് എന്ന് വെച്ചാൽ ഇൻറ്റു എന്നാണ്, മൈനസ് എന്ന് വെച്ചാൽ ഹരണം ഒന്നും, ഗുണനം എന്ന് വെച്ചാൽ -1, ഹരണം എന്ന് വെച്ചാൽ +1. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതൊരു ബോർഡ് മാസിനകത്ത ക്വസ്റ്റ്യനാണ്. എങ്കിൽ നമുക്ക് വരേണ്ടത് 25 + 5 ഡിവൈഡഡ് ബൈ 900 - 90 × 100 എത്ര? ഇതാണ് അറിയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ബോർഡ് മാസിനകത്ത ക്വസ്റ്റ്യനാണ്. നമുക്ക് അവർ പറഞ്ഞേക്കുന്ന ചിഹ്നങ്ങളെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതെ, 25 പ്ലസ് എന്നാൽ ഇൻറ്റു എന്നാണ്. പ്ലസ് എന്ന് വെച്ചാൽ ഇൻറ്റു എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്ലസ്സിന് വരെ നമ്മൾ ഇൻറ്റു കൊടുത്തു. 5 ഹരണം എന്ന് വെച്ചാൽ പ്ലസ് എന്നാ. പ്ലസ് എത്ര കിട്ടി? 900. ഓക്കെ, മൈനസ് എന്ന് വെച്ചാൽ ഹരണം എന്നാ. ഹരണം 90. അടുത്തത് ഇൻറ്റു എന്ന് വെച്ചാൽ മൈനസ് എന്നാ. -100. ഓക്കെ, നമുക്കറിയാവുന്നതെല്ലാം നമ്മൾ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ ബോട്ട് മാസ് പ്രകാരം ഉണ്ട് 900-ത്തെ നോക്കാം. 900-ത്തെ 90 വെച്ച് ഹരിക്കുക. 990 വെച്ച് ഹരിക്കുമ്പോൾ 10 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ 10 എന്ന് കിട്ടും. 10 പ്ലസ് ഇതാണ് ഇവിടുത്തെ ഈ പ്ലസ് അതേപോലെ കൊടുത്ത്. ഇനി 25 × 5 എത്ര കിട്ടി? 125. ആദ്യം ബോട്ട് മാസ് വരെ നമ്മൾ 900-ത്തെ 90 കൊണ്ട് ഹരിച്ചപ്പോൾ 10 കിട്ടി. ഈ പ്ലസ് ചിഹ്നം അതേപോലെ കൊടുത്ത് അടുത്ത ഹരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഗുണനത്തിലേക്ക് പോയി. 25 × 5 125 കൊടുത്ത് മൈനസ് ഇവിടെ എത്ര അടപ്പുണ്ട്? 100 അടപ്പുണ്ട്. ഓക്കെ, ഇനി എല്ലാവിടെ കൂട്ടാം. 125-ഉം 10 കൂട്ടുമ്പോൾ എത്ര കിട്ടി? 135 മൈനസ് 100. 135 100 കുറച്ച് എത്ര കിട്ടും? 35 എന്ന് കിട്ടും. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 35 ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്യാറ്റ് = 9, ഡിയർ = 11, എലിഫന്റ് = എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ ഇച്ചിരിയെങ്കിലും ഒന്ന് ടൈം എടുത്ത് പോകുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ഇവർ ഇത് കൊടുത്തേക്കുന്നത്. സാധാരണ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാറ്റ് C എന്ന് വെച്ചാൽ 3ാമത്തെ ലെറ്ററാണ്, A എന്ന് വെച്ചാൽ 1ാമത്തെ ലെറ്ററാണ്, T എന്ന് വെച്ച് കഴിഞ്ഞാൽ 20ാമത്തെ ലെറ്ററാണ്. അപ്പം നമ്മൾ സാധാരണ കയറി നോക്കുമ്പോൾ നമ്മൾ C എന്ന് പറഞ്ഞാൽ 3ാമത്തെ ലെറ്റർ, A എന്ന് വെച്ചാൽ 1ാമത്തെ ലെറ്റർ, T എന്ന് വെച്ചാൽ 20ാമത്തെ ലെറ്റർ. അപ്പോൾ 20 24 എന്ന് കിട്ടും. കൂട്ടുമ്പോൾ 24 കിട്ടും. ഈ 24 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ 24 എന്ന് പറയുന്നത് നമുക്ക് 24 നമുക്ക് കൂട്ടുമ്പോൾ ഇവിടെ 9 എങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് പറ്റുന്നില്ല. കൂട്ടുമ്പോൾ 24 എന്ന് കിട്ടും. ഈ 24 എന്ന് പറയുന്നത് നമ്മളിത് കൂട്ടുമ്പോൾ 24 വരും. അപ്പോൾ നമുക്ക് ഈ 9 കൊണ്ട് നമുക്ക് 9ലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ നോക്കി? അപ്പോൾ ഇതിനകത്ത് ഇവർ ചെയ്തേക്കുന്ന ഒരു ലോജിക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണിത് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 9 എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കണം.
1 2 3 ലെറ്റേഴ്സാണ്. ഇവിടെ 3 ലെറ്ററുകളാണ് ഇതിനകത്തുള്ളത്. ഈ 3 ലെറ്ററുകൾ ഇതിനകത്ത് ആ എണ്ണം, ലെറ്ററുകളുടെ എണ്ണം അതിൻ്റെ ഇരട്ടി എടുക്കുക. അതിൻ്റെ ഇരട്ടി 3 × 2 6 ഇരട്ടി എടുത്തു. അതിൻ്റെ കൂടെ ഒരു 3 കൂട്ടുക. ഈ ഒരു ഫോർമാറ്റാണ് ഇത് പോയേക്കുന്നത്. നോക്കണേ, 3 × 2 6, 6ൻ്റെ കൂടെ 3 കൂടെ കുടുംബത്തിൽ കിട്ടി 9 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് അടുത്തതിനകത്ത് നോക്കാം. 1 2 3 4 ലെറ്റർ ഉണ്ട്. ഈ 4 ലെറ്ററിനെ എന്ത് ചെയ്യണ്ടോ, 2 കൊണ്ട് ഗുണിക്കാം. 4 ലെറ്ററിനെ 2 കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, നമുക്കൊരു 3 കൂട്ടാം. ഓക്കെ ആണല്ലോ. 24 8, 8 3 കൂടെ കുടുംബത്തിൽ കിട്ടി 11 എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് ഓക്കെ, 1 2 3 4 5 6 7 8. എലിഫൻ്റ് ആകുമ്പോൾ എത്ര ലെറ്റർ വരും? 8 ലെറ്റർ വരും. ഈ 8നെ നമുക്ക് എന്തുകൊണ്ട് ഗുണിക്കാം? 2 കൊണ്ട് ഗുണിക്കാം. അതിൻ്റെ കൂടെ ഒരു 3 കൂട്ടാം. 8ഉം 2 കൂടെ കൂടുമ്പോൾ 16, 16 3 കൂടെ കുടുംബത്തിൽ കിട്ടി 19 എന്നുള്ള ഉത്തരം കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. 19 ഓപ്ഷനകത്തുണ്ട്. ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. സാധാരണ നമ്മൾ എഴുതുന്ന സീരീസിൽ നിന്ന് മാത്രം ഇതിന് വ്യത്യസ്തമായിട്ട് ചോദിച്ചേക്കുന്നതാണ്. സാധാരണ നമ്മൾ ചിലപ്പോൾ ഇത് അങ്ങോട്ട് ഇതെങ്ങനെയാണ്, ചിലപ്പോൾ സ്ക്വയർ എടുത്തത് അങ്ങനെയൊക്കെ. ഇതങ്ങനല്ല ഇതിനകത്ത് വന്നേക്കുന്നത്. സംഖ്യകളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി +3. മനസ്സിലായല്ലോ? അല്ല, ലെറ്റേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടി +3, ലെറ്റേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടി +3, ലെറ്റേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടി +3. അങ്ങനെയാണ് ഇത് പോയേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2018 ജനുവരി 1 തിങ്കളായാൽ 2022 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ദിവസം ആണല്ലോ. ഓക്കെ, 2018 ജനുവരി 1 തിങ്കളായാൽ 2022 ജനുവരി 1 ഏത് ദിവസം? ഇത് ചെയ്യാൻ സാധാരണ നമുക്ക് പല മാർഗങ്ങളുണ്ട്. ഉള്ളതിൽ ഏറ്റവും എളുപ്പ മാർഗ്ഗം, നമ്മൾ മുന്നത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ മതി, നമ്മുടെ നേരത്തെ ക്ലാസ്സിലെ വീഡിയോ ഒക്കെ നോക്കിയാൽ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് നമുക്കിത് ചെയ്യാവുന്ന രീതി, ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, നമ്മൾ അറിഞ്ഞിരിക്കുന്ന 2 പോയിന്റ് ഉണ്ട്. ഒരു സാധാരണ വർഷം അല്ലെങ്കിൽ നോർമൽ ഇയറിൽ എത്ര ദിവസം ഉണ്ടെന്ന് വെച്ചാൽ 365 ദിവസമുണ്ട്. അതിൽ 52 ആഴ്ചയും ഒരു ഒറ്റ ദിവസമാണുള്ളത്. 52 ആഴ്ചയും ഒരു ഒറ്റ ദിവസം. ഒരു അതിവർഷത്തിൽ 366 ദിവസമാണുള്ളത്. അതിൽ ഒരു സാധാരണ വർഷത്തിൽ 365 ദിവസമാണുള്ളത്. 52 ആഴ്ചയും ഒരു ഒറ്റ ദിവസം. ഒരു അതിവർഷത്തിൽ 366 ദിവസമുണ്ട്. 52 ആഴ്ചയും 2 ഒറ്റ ദിവസമുണ്ട്. അപ്പോൾ ഒരു സാധാരണ വർഷത്തിൽ ഒരു ദിവസവും തൊട്ടടുത്ത് വരുന്ന സാധാരണ വർഷത്തിലെ അതേ ദിവസം തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസമാണ് ഉണ്ടാവും. ഒരു സാധാരണ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പോൾ 2018 ജനുവരി 1 വരെ, ജനുവരി 1 തിങ്കളെങ്കിൽ 2019 ജനുവരി 1 എന്ന് പറഞ്ഞാൽ ചൊവ്വായിരിക്കും. എന്ന് വെച്ചാൽ ജനുവരി 1 ജനുവരി 1 തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസമുണ്ട്. രണ്ടും സാധാരണ വർഷമാണെങ്കിൽ. ഇനി അതിവർഷമാണെങ്കിൽ 2 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഉദാഹരണം, 2018 ജനുവരി 1 തിങ്കളെങ്കിൽ 2018 അതിവർഷമാണെങ്കിൽ, അതിവർഷം അല്ല ഇവിടെ ആണെങ്കിൽ, ഓക്കെ, 2019 ജനുവരി 1 പറയുമ്പോൾ 2 ദിവസത്തെ വ്യത്യാസം വരും. തിങ്കളെന്നുള്ളത് ചൊവ്വ ബുധനായിട്ട് വരും. ഓക്കെ, അങ്ങനെ ഒരു റൂളുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ റൂളൊന്നും അപ്ലൈ ചെയ്യേണ്ട. ഞാൻ പറയുന്ന ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഈ പറയുന്ന നമുക്ക് ആകെപ്പാട് അറിയാവുന്ന ഒരു ദിവസം എന്ന് വെച്ചാൽ തിങ്കളാണ്. അതങ്ങ് എഴുതണം, തിങ്കൾ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2018 തൊട്ട് 2022 വരെ എത്ര വർഷം ഉണ്ടെന്ന് നോക്കണം. 19 20 21 22 എത്ര വർഷം? 4 വർഷം. 2018 ജനുവരി 1 2022 ജനുവരി 1 വരെ എത്ര വർഷം? 4 വർഷം. 19 20 21 22. ഓക്കെ ആണല്ലോ. 4 വർഷം ഉണ്ടായിട്ട് ഇതിൻ്റെ കൂടെ 4 അങ്ങ് കൂട്ടണം. എന്തിനാണ് 4 കൂട്ടുന്നത് വെച്ചാൽ, എന്തിനാണ് 4 കൂട്ടുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സാധാരണ വർഷത്തിൽ ഒരൊറ്റ ദിവസമാണുള്ളത്. അപ്പോൾ അങ്ങനെ 4 വർഷത്തിൽ 4 ഒറ്റ ദിവസം മസ്റ്റായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഈ 4 കൂട്ടുന്നത്. ആദ്യം നമ്മൾ 4 കൂട്ടി. ഓക്കെ, അപ്പോൾ തിങ്കൾ എഴുതി. എത്ര വർഷമുണ്ട്? 4 വർഷം. ഒരു സാധാരണ വർഷത്തിൽ ഒരൊറ്റ ദിവസം ഉണ്ടല്ലോ. ഒരു അതിവർഷത്തിൽ 2 ഒറ്റ ദിവസം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു സാധാരണ വർഷം തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസം ഉണ്ടല്ലോ. അതിവർഷം തമ്മിൽ 2 ദിവസത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ സാധാരണ വർഷമായാലും അതിവർഷമായാലും മിനിമം ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് 4 കൂട്ടാൻ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 4 കൂട്ടി. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത്, എല്ലാം അങ്ങ് സാധാരണ വർഷമല്ല, ഇതിനകത്ത് അതിവർഷവും കൂടെ ഉണ്ട്. കാര്യം സാധാരണ വർഷത്തിലാണ് ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം, അതിവർഷത്തിൽ 2 ദിവസത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാലയളവിൽ അതിവർഷം വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. അതിവർഷം ഉണ്ടോ നോക്കുമ്പോൾ ചുമ്മാ നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന കാലയളവിനിടയിൽ ഫെബ്രുവരി 29 ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് എടുക്കാവുള്ളൂ. ഈ അതിവർഷത്തിൻ്റെ എഫക്റ്റ് അതിന് കിട്ടണമെങ്കിൽ ഈ പറയുന്ന കാലയളവിനിടയിൽ ഫെബ്രുവരി 29 ഉണ്ടെങ്കിലേ എടുക്കാവുള്ളൂ. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. 2018 സാധാരണ വർഷം, 19 സാധാരണ വർഷം,
20 സാധാരണ വർഷമല്ല, അതിവർഷമാണ്. അപ്പോൾ ഒരു അതിവർഷം വന്ന്, അപ്പോൾ ഒരു അതിവർഷം വന്നാൽ ഒരു ദിവസം കൂടെ കൂട്ടണം. ഓക്കെ ആണല്ലോ? യെസ്. ഇനി 21 സാധാരണ വർഷം, 22 സാധാരണ വർഷം. അപ്പോൾ എത്ര ദിവസമേ ഉള്ളൂ? ആകെ ഒറ്റ അതിവർഷമേ ഉള്ളൂ. ആ ഒരു അതിവർഷം കൂട്ടി പിന്നെ മൊത്തത്തിൽ 4 ദിവസം കൂടെ കൂട്ടി. കാര്യം മൊത്തം എത്ര വർഷമുണ്ടോ അത്രയും കൂട്ടണം. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. മൊത്തം എത്ര വർഷമുണ്ടോ അത് മൊത്തം കൂട്ടുക. ഓക്കെ, മൊത്തം 4 വർഷമുണ്ട്, 4 കൂട്ടി. ഇനി എത്ര അതിവർഷമുണ്ട്? ഒരു അതിവർഷമേ ഉള്ളൂ. ആ ഒന്നുകൂടെ കൂട്ടി. ഓക്കെ ആണല്ലോ? ഇനി 2 അതിവർഷം ഉണ്ട്, 2 കൂട്ടണം. 3 അതിവർഷം ഉണ്ട്, 3 കൂട്ടണം. ഈ 3 അതിവർഷം ഉണ്ടെന്ന് പറയുമ്പോഴും ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഈ 2022 പകരം 2024 എന്നാണ് പറഞ്ഞെന്ന് വിചാരിച്ചു. 2024 എന്നാണ് പറയുന്നതെങ്കിൽ അപ്പോൾ 2018 തൊട്ട് 2024 എത്ര വർഷമുണ്ടോ എന്ന് വെച്ചാൽ 6 വർഷമുണ്ട്. നമ്മൾ 6 എഴുതി. ഇപ്പോൾ ജനുവരി 1 കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 6 എഴുതി. അപ്പോൾ 2020 അതിവർഷമാണ്, 1 എഴുതി. 2024 അതിവർഷമാണ്. അത് അതിവർഷമാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ കൂട്ടാൻ പറ്റത്തില്ല. കാരണം 2024 ജനുവരി 1 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ജനുവരി 1 പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന കാലയളവിനിടയിൽ ഫെബ്രുവരി 29 ഉണ്ടായിരിക്കണം. അപ്പോൾ ജനുവരി എന്ന് പറഞ്ഞിട്ട് ജനുവരി 1 ഫെബ്രുവരി 29 തൊട്ട് അങ്ങോട്ടുള്ളതാണെങ്കിലേ അതിവർഷത്തിൻ്റെ എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വർഷം അതിവർഷമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന കാലയളവിനിടയിൽ എന്തുണ്ടായിരിക്കണം? ഫെബ്രുവരി 29 ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് തിങ്കൾ പ്ലസ് 4 പ്ലസ് 1. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നുണ്ട് തിങ്കൾ പ്ലസ് 5. തിങ്കൾ പ്ലസ് 5. തിങ്കളിൻ്റെ കൂടെ 5 ദിവസം കൂടെ കൂട്ടണം. 5 ദിവസം കൂടെ കൂട്ടുമ്പോൾ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ശനിയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, തിങ്കൾ പ്ലസ് 5 ശനി. ഇനി നമുക്ക് 5 ദിവസം കൂട്ടാൻ പറഞ്ഞാൽ ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ട്? 7 ദിവസം അല്ലേ ഉള്ളൂ. 5 കൂട്ടാൻ പറഞ്ഞാൽ 2 ദിവസം പുറമോട്ട് എടുത്താലും മതി. 5 കൂട്ടാൻ പറഞ്ഞാൽ 2 പുറമോട്ട് എടുത്താലും മതി. അപ്പോൾ തിങ്കളിൽ നിന്ന് 2 ദിവസം ബാക്കിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞായർ, ശനി. എന്നാലും ആൻസർ ശനി തന്നെ വരത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3, 7, 16, 35, 77 ഡാഷ്. അടുത്ത സംഖ്യ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാര്യമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് തന്നെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 3ൻ്റെ ഇരട്ടി എടുക്കുക. 3ൻ്റെ ഇരട്ടി എത്ര? 6. അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക. ആൻസർ 7. 3ൻ്റെ ഇരട്ടിയുടെ കൂടെ 1 കൂട്ടി 7 കിട്ടി. ഇനി അടുത്ത് എന്താ? 7ൻ്റെ ഇരട്ടി എടുക്കുക. 7ൻ്റെ ഇരട്ടി എത്ര? 14. ഈ 14ൻ്റെ കൂടെ 2 കൂടെ കൂട്ടുക. 2 കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 16. അപ്പോൾ 3ൻ്റെ ഇരട്ടി എടുത്ത് 1 കൂട്ടി. ഇനി 7 കിട്ടി. 7ൻ്റെ ഇരട്ടി എടുത്ത് 2 കൂട്ടി. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇനി അടുത്തപ്പോൾ എന്താണ്? 16ൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ എത്ര കിട്ടണം? 16ൻ്റെ ഇരട്ടി എത്ര? 32. 32ൻ്റെ കൂടെ ഇവിടെ 1 കൂട്ടി 2 കൂട്ടി അടുത്തത് 3 കൂട്ടണം. 3 കൂട്ടുമ്പോൾ എത്ര കിട്ടി? 35 കിട്ടി. ഇനി നോക്കിയേ, 35ൻ്റെ ഇരട്ടി എടുക്കുക. അതിൻ്റെ കൂടെ 35ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 70 കിട്ടും. 1 കൂട്ടി 2 കൂട്ടി 3 കൂട്ടി അടുത്ത എത്ര കൂട്ടണം? 4 കൂട്ടണം. ഓക്കെ ആണല്ലോ? 74. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്? ഈ 74ൻ്റെ ഇരട്ടി എടുക്കണം. 74ൻ്റെ ഇരട്ടി ഒന്നല്ലോ. ഓക്കെ, 148 എന്ന് കിട്ടും. 148 പ്ലസ് അതിൻ്റെ കൂടെ എത്ര കൂട്ടണം? 1 കൂട്ടി 2 കൂട്ടി 3 4. അപ്പോൾ അടുത്ത 5 കൂട്ടേണ്ടത്. ഓക്കെ, 148 5 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 153 എന്ന് കിട്ടും. 153. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 153 ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്ര പ്ലസ് n പദങ്ങൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n പദങ്ങൾ ഈക്വൽ ടു 12/7 ആയാൽ n എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. 1 3 5 എക്സെട്ര n പദങ്ങൾ എന്ന് വെച്ചാൽ ഇത് ഒറ്റ സംഖ്യയുടെ ശ്രേണിയാണ്. 1 മുതൽ n വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക എടുത്തേക്കോ, പ്ലസ് ചെയ്തേക്കോ, തുകയാണ്. ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് n² ആണ്. ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? n². ഇനി നോക്കിയേ, 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n പദങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ 1 2 3 ഇത് എണ്ണൽ സംഖ്യ. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ഇതും തുകയാണ്, പ്ലസ് ആണ്. എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ n × n+1/2 എന്ന് പറയുന്നതാണ് ഈ 12/7 എന്ന് കൊടുത്തേക്കണം. 12/7. ഇനി നോക്കണം, ഇവിടെ ഹരിക്കാനുള്ള വരയുടെ താഴെ ഒരു ഭിന്നസംഖ്യ വെക്കുക. ഹരിക്കാനുള്ള വരയുടെ താഴെ ഭിന്നസംഖ്യ വന്നാൽ നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കണം. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ അങ്ങനെ കിട്ടും n² ഡിവൈഡഡ് ബൈ n × n+1 ഇൻറ്റു തിരിച്ചിടുമ്പോൾ 2 അങ്ങ് മേളിൽ പോകും. ഇൻറ്റു 2 ഈക്വൽ ടു 12/7 എന്ന് കിട്ടും. 12/7 ആണല്ലോ. 12/7 ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ടു. n² എന്ന് വെച്ചാൽ ഇങ്ങനെ അർത്ഥം. n² എന്ന് വെച്ചാൽ n × n എന്ന് പറയുന്നതാണ് n².
ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട് ഒരു എൻ ഉണ്ട്. എൻ സ്ക്വയർ എന്ന് വെച്ചാൽ എൻ ഇൻറ്റു എൻ ആണ്. ഡിവൈഡഡ് ബൈ താഴെ എൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു എന്നും ഇവിടെ നിന്ന് ഒരു എന്നും കൂടെ അങ്ങ് വെട്ടിപ്പോകും. ഒരു എന്നും മേളിൽ നിന്ന് താഴെ നിന്ന് ഒരു എൻ വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട് ഒരു എൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ഇവിടുന്ന് ഒരു എൻ വെട്ടിക്കളയാം, ഇവിടുന്ന് ഒരു എൻ വെട്ടിക്കളഞ്ഞാൽ എൻ ഗുണം 2 2n ഡിവൈഡഡ് ബൈ n+1 ഈക്വൽ ടു 12/7 എന്ന് കിട്ടി. 12/7. ഇവിടെ വെച്ച് തന്നെ നമുക്ക് കണക്ക് നിർത്താം. ഇവിടെ നമ്മുടെ ആൻസർ ആയി. എങ്കിലും ഇത് ചൂടെ ചെയ്ത് പോകേണ്ടവർക്ക് ഞാൻ ഇപ്പുറത്ത് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എന്നാലും രണ്ട് രീതി ചെയ്താൽ ഒരൊറ്റ ആൻസറേ കിട്ടത്തുള്ളൂ. 2n വാല്യൂ എന്ന് പറയുന്നത് 12 എന്നാണ്. n+1 വില എന്ന് പറയുന്നത് 7 എന്നുമാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ആദ്യം ഇവിടെ തന്നെ നോക്കാം. 2n വില 12 ആയാൽ 2n വില 12 ആയാൽ n വില എത്രയാണെന്നറിയാൻ 2 ഇവിടെ ഇൻറ്റു ചെയ്തേക്കോ, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ n ഈക്വൽ ടു 12/2 സമയത്ത് കിട്ടി 6 എന്ന് കിട്ടും. 12/2 6. ഇനി ഓക്കെ, താഴെ n+1 എന്ന് പറയുന്നത് 7. n+1 വാല്യൂ താഴത്തെ n+1 വാല്യൂ 7 ആണെങ്കിൽ n വില എത്രയാണെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ +1 അപ്പുറത്തുമ്പോൾ -1 7 -1 6. ഇങ്ങനെ രണ്ട് രീതി ചെയ്താൽ ഈ ആൻസർ കിട്ടും. ഇനി ചിലർക്ക് ഇങ്ങനെ ഒന്നും ചെയ്താൽ പോരാ, ഇനിയൂടെ ചെയ്യണം എന്നുള്ളവർക്ക് കണ്ടേ നമുക്ക് എങ്ങനെ എഴുതാം? 2n ബൈ n+1 ഈക്വൽ ടു 12/7 എന്ന് കിട്ടി. വെച്ചാൽ ഇവിടെ നിന്ന് ഞാൻ ബാലൻസ് ഒന്നുകൂടെ ചെയ്യുക, ഇവിടെ നിന്ന് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യണം? ഈ 7 ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം, ഈ n+1 അങ്ങോട്ടും ക്രോസ് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ കണ്ടേ 2n ഇൻറ്റു ഇതിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 2n ഇൻറ്റു 7 ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് ക്രോസ് ചെയ്യും. ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 12 ഇൻറ്റു എന്ത് ചെയ്യാം? n+1 എന്ന് ചെയ്യും. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇനി ഇങ്ങോട്ട് ക്രോസ് ചെയ്ത്. ഓക്കെ ആണല്ലോ. 2 ഗുണം 7 14. 14n ഈക്വൽ ടു ഓക്കെ 12 ഗുണം n 12n പ്ലസ് 1 ഗുണം 12 12. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? n എല്ലാ ഒരു സൈഡിലാക്കാം, n ഇല്ലാത്ത എല്ലാ ഒരു സൈഡിലാക്കാം. പ്ലസ് 12 ഇപ്പുറത്ത് വരുമ്പോൾ -12. 14n മൈനസ് പ്ലസ് 12 ഇപ്പുറത്ത് വരുമ്പോൾ -12 ഈക്വൽ ടു 12. 14 നിന്ന് 12 കുറച്ചാൽ 2n. 2n ഈസ് ഈക്വൽ ടു 12. എങ്കിൽ n വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 2 ഇവിടെ ഇൻഡ് ചെയ്ത് വെക്കുക, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്താൽ മതി. n വാല്യൂ 12/2 സമം നമുക്ക് എത്ര കിട്ടിയിടോ? 7 എന്നുള്ള ആൻസർ കിട്ടി. ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടേ ഇവിടെ നമുക്ക് കണ്ടേ ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, 2n ഈക്വൽ ടു 12. 2n ഈക്വൽ ടു 12 ആയാൽ n വാല്യൂ എന്ന് പറഞ്ഞാൽ 12 2 ഇൻറ്റു ഇതൊക്കെ ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഇത്രയൊന്നും സ്റ്റെപ്പ് ചെയ്യേണ്ട, ഇതിങ്ങനെ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പ് ഇവിടെ ചെയ്യേണ്ട. ഇവിടെ വെച്ച് നമുക്ക് കിട്ടും 2n വാല്യൂ 12 ആണെങ്കിൽ n വാല്യൂ 6, 2n+n+1 വാല്യൂ 7 ആണെങ്കിൽ n വാല്യൂ 6 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ, ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇച്ചിരൂടെ ചെയ്യേണ്ടവർക്ക് അത് ഇങ്ങനെ ചെയ്ത് ഇതിൻ്റെ ആൻസറിൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാം. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരാൾ 1 ഡസൻ ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടം ഉണ്ടായി. 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരാൾ ഒരു ഡസൻ ബാഗുകളാണ് 4920 രൂപയ്ക്ക് വിറ്റത്. ഒരു ഡസൻ ബാഗ് 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത്? 18% അയാൾക്ക് നഷ്ടം സംഭവിക്കുകയാണ്. ഇനി അയാൾക്കത് 15% ലാഭം കിട്ടണം എങ്കിൽ ഓരോ ബാഗും എന്ന് വെച്ചാൽ ഒരു ബാഗ് എത്ര രൂപ വീതം വിലയ്ക്ക് വിറ്റാലാണ് അയാൾക്ക് 15% ലാഭം കിട്ടുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കണം. 4920 രൂപയ്ക്കാണ് അയാൾ ഒരു ഡസൻ ബാഗ് വിറ്റത്. ശ്രദ്ധിച്ചോണം, ഒരു ഡസൻ എന്ന് വെച്ചാൽ 12 ബാഗുകൾ വിൽക്കുന്ന വിലയാണ് 4920 രൂപ. 12 ബാഗിൻ്റെ വിൽക്കുന്ന വിലയാണ് 4920 രൂപ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ഒരു ബാഗിൻ്റെ വില എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഒരു ബാഗിൻ്റെ വില നമ്മൾ കണ്ടുപിടിക്കുന്നത്? എങ്ങനെ ഒരു ബാഗിൻ്റെ വില നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ 4920നെ 12 വെച്ച് ഹരിച്ചാൽ മതി. മനസ്സിലായോ? ഒരു ബാഗ് വിൽക്കുന്ന വില എത്രയാണെന്ന് അറിയാൻ 4920നെ 12 വെച്ച്. അപ്പോൾ 4920നെ 12 വെച്ച് ഹരിക്കുമ്പോൾ ഓക്കെ, ഒരു 12 4 12 48
ശിഷ്ടം 1 ഒരു 12 12 ആൻസർ എത്ര 410 രൂപ. അപ്പോൾ അയാൾ ഒരു ബാഗ് വിറ്റത് 410 രൂപയ്ക്കാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരു ബാഗ് അയാൾ വിറ്റേക്കുന്നത് 410 രൂപയ്ക്ക്. അങ്ങനെ ഒരു ബാഗ് 410 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അയാൾക്ക് 18% നഷ്ടമാണ് സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ? 10% ലാഭം എന്ന് പറയുന്നത് 110%. ലാഭവും നഷ്ടവും ഇല്ലാത്ത വില എന്ന് പറയുന്നത് 100%. 10% ലാഭം 110%, 10% നഷ്ടം എന്ന് പറയുന്നത് 90%. അപ്പോൾ 20% നഷ്ടം 80%. അപ്പോൾ ഇവിടെ 18% നഷ്ടം. 18% നഷ്ടം എന്ന് പറയുന്നത് 82%. അപ്പോൾ അയാൾ ആ കച്ചവടം നടത്തിയേക്കുന്നത് 82%. ഈ 82% വിലയ്ക്കാണ് അയാൾ അത് വിറ്റേക്കുന്നത്. എത്ര രൂപയ്ക്കാണ് വിറ്റേക്കുന്നത്? 410 രൂപയ്ക്കുമാണ് വിറ്റേക്കുന്നത്. അപ്പോൾ ഈ 82% എന്ന് പറയുന്നതാണ് 410 രൂപ. ഓക്കെ ആണല്ലോ? 82% 410 രൂപയാണ്. ഇനി അയാൾ പറഞ്ഞേക്കുന്നത് എങ്കിൽ അയാൾക്ക് 15% ലാഭം കിട്ടണം. 15% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ വില 100%. 15% ലാഭം എന്ന് വെച്ചാൽ 115% അയാൾക്ക് കിട്ടണം. ഈ കച്ചവടം കഴിയുമ്പോൾ 115% അയാൾക്ക് കിട്ടണം. അത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? നമുക്കിവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നേരത്തെ അതേ ട്രിക്ക് തന്നെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഗുണിക്കുക, ക്രോസ് ചെയ്ത് ഗുണിക്കുക. അപ്പോൾ നോക്കിയേ 410 × 115 ഡിവൈഡഡ് ബൈ 82. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ ചെയ്യേണ്ട പരിപാടി ഇത് ക്രോസ് ചെയ്ത് ഗുണിക്കുക, എന്നിട്ട് ഇവിടെ എഴുതിയേക്കുന്ന സംഖ്യ ഏതാണോ അത് താഴെ എഴുതണം. ഇനി നമുക്ക് വെട്ടുമ്പോൾ ഒരു 41 41, 2 41 82. ഈ 1 0 10, 10 2 ചുരുക്കുമ്പോൾ 5. ഓക്കെ ആണല്ലോ? 5 × 115 5 25 5 ഇഷ്ടം 5 2 7 1 5 5 എന്ന് വെച്ചാൽ അയാൾ അത് 575 രൂപയ്ക്ക് 575 രൂപയ്ക്ക് ഒരു ബാഗ് വിറ്റാലാണ് അയാൾക്ക് എന്ത് കിട്ടുന്നത്? 15% ലാഭം കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അയാൾക്ക് അതിൻ്റെ യഥാർത്ഥ വിലയാണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ യഥാർത്ഥ വില എപ്പോഴും 100%. ഈ 115ൻ്റെ അടുത്ത് എന്ത് കൊടുത്താൽ മതി? 100 കൊടുത്താൽ മതി. ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ഈ 115 അടുത്ത് 100 വരും. അപ്പോൾ 5 × 100 500. അതിൻ്റെ യഥാർത്ഥ വില 500 രൂപയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. നമുക്ക് ഇവിടെ എന്ന് വെച്ചേക്കുന്നത് അയാൾക്ക് 15% ലാഭത്തിന് കിട്ടിയ വില 575 രൂപയ്ക്ക് വിൽക്കണം. 575 രൂപയ്ക്ക് വിറ്റാൽ 15% ലാഭം കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമാന്ത്രികം ABCDയിൽ AB, AD എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ യഥാക്രമം 5 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ ആണ്. സാമാന്തരികത്തിന്റെ വിസ്തീർണം 160 സെന്റിമീറ്റർ² ആയാൽ അതിന്റെ ചുറ്റളവ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സാമാന്തരികത്തെ ഇംഗ്ലീഷിൽ പാരലോഗ്രാം എന്ന് പറയുന്നത്. പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം. ഞാൻ ഒരു സാമാന്തരികം വരയ്ക്കാം. നോക്കി. ഇതാണ് സാമാന്ത്രികം ABCD. ഇനി ഈ സാമാന്ത്രികം ABCDയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാമാന്ത്രികം എന്ന് വെച്ചാൽ ചതുരം ചരിയുന്നത്. ചതുരം ഉണ്ടല്ലോ, റെക്റ്റാങ്കിൾ, അത് ചരിയുന്നതാണ് സാമാന്ത്രികം. ചതുരത്തിൻ്റെ പ്രത്യേകം എന്തുവാ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. എതിർവശങ്ങൾ തുല്യമാണ്. അതേപോലെ ഈ സാമാന്ത്രികത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? ഈ വശവും തുല്യമായിരിക്കും. ഓക്കെ. എതിർവശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. എതിർവശങ്ങൾ സമാന്തരമായിരിക്കും. ഓക്കെ. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇതിൻ്റെ എതിർ കോണുകൾ തുല്യമായിരിക്കും. ഓക്കെ. ഇനി ഇതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. BH എന്ന് പറയും, ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബേസ് ആണെങ്കിൽ ഈ ബേസിൽ നിന്ന് 90 ഡിഗ്രിയാണ് ഹൈറ്റ്. ആണ്ടെ, ഈ ബേസ് ഏതാണോ എടുക്കുന്നത് അവിടുന്ന് ഇത് ഒരിക്കലും ഹൈറ്റ് ആയിട്ട് എടുക്കത്തില്ല. ഇതല്ല ഹൈറ്റ്. ഇവിടെ ഇതാണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. അവിടുന്ന് മേളോട്ട് വരയ്ക്കുന്നുണ്ട്. ഇതായിരിക്കും ഈ 90 ഡിഗ്രി വരയ്ക്കുന്നത്. ഇതായിരിക്കും ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതായിരിക്കണം ഹൈറ്റ് ആയിട്ട്. ഏതാണോ വശമാണോ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് അവിടുന്ന് 90 ഡിഗ്രി വരയ്ക്കണം. ഇനി ഇതാണ് ബേസ് എന്ന് വിചാരിച്ചോ.
ഇതാണ് ബേസ് എടുക്കുന്നതെങ്കിൽ ഈ ബേസിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്നുണ്ട്, ഇങ്ങോട്ട് ഒരു വരയ്ക്കും, ഒരു 90 ഡിഗ്രി വരച്ചാൽ ഇതായിരിക്കണം നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഈ വരച്ചേക്കുന്നതായിരിക്കണം നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതായിരിക്കണം 90 ഡിഗ്രി, ഇതായിരിക്കണം ഹൈറ്റ്. ബേസ് ഏതാണോ എടുക്കുന്നത് അവിടുന്ന് 90 ഡിഗ്രി വരയ്ക്കണം ഹൈറ്റ്. ബേസ് ഇതാ എടുക്കുന്നത് അവിടുന്ന് 90 ഡിഗ്രി വരയ്ക്കുന്നതായിരിക്കണം ഹൈറ്റ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മുടെ ഇത് ഏരിയ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കുക ഇക്വേഷൻ. നമുക്ക് ഇനി നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് എ ബി സി ഡിയിൽ എ ബിയുടെ എ ബി എന്ന് പറയുന്ന ഈ വശത്തിൻ്റെ അവിടെ നിന്ന് വരയ്ക്കുന്ന ലംബം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ലംബം, എ ബിയിൽ നിന്ന് വരയ്ക്കുന്ന ലംബ വശങ്ങൾ യഥാക്രമം 5 സെൻറ്റിമീറ്ററും എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ യഥാക്രമം 5 സെൻറ്റിമീറ്ററും 20 സെൻറ്റിമീറ്റർ. ഇപ്പോൾ എ ബിയിലേക്കുള്ള ലംബം ഇതാണ് എ ബി. ഈ എ ബിയിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ഈ ലംബം, ഇപ്പോൾ ഇത് ബേസായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഹൈറ്റ്. എ ബി എന്ന് പറയുന്ന വരയിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ലംബം, അല്ലെങ്കിൽ ഇവിടുന്ന് താഴോട്ട് വരച്ചാലും മതി, എങ്ങനെയാലും കുഴപ്പമില്ല. ഈ ലംബം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിൻ്റെ വിസ്തീർണം പറയുന്നുണ്ട് എത്ര? 160 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ബേസ് നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല. ആ ബേസിനെ നമ്മൾ എ ബി എന്ന് എടുത്തു. എ ബി ഇൻറ്റു ആ ബേസിൽ നിന്നുള്ള ഒരു ഹൈറ്റ്, അല്ലെ ബേസിലേക്ക് വരുന്നത്, എന്തായാലും കുഴപ്പമില്ല, തിരിച്ചിങ്ങനെ വരച്ചാലും മതി, എങ്ങനെയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് എ ബിക്ക് വരാം സി ഡിന്ന് എടുത്താലും മതി. സി ഡിയിൽ നിന്ന് എ ബിയിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ്, ഈ ഹൈറ്റ് എന്ന് പറയും. ഇപ്പോൾ ഇത് ഈക്വലാണ്ട് ഇത് കിട്ടിയാൽ ഒരേപോലെ തന്നെ, രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വലാണ്. ഇത് ഈക്വലാണ്. അപ്പോൾ ഇതും തുല്യമാണ്. അപ്പോൾ നമ്മൾ അതിലേക്കൊരു ഹൈറ്റ് ഓൾറെഡി അവർ പറയുന്നുണ്ട്. എത്രയാണ്? 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഈ 5ഉം കൂടെ ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഏരിയ, വിസ്തീർണം എത്ര? 160 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടുന്നത്. 160 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇത് 5 സെൻറ്റിമീറ്റർ ആണ്, ഇത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഈ എ ബിയുടെ നീളം കണ്ടുപിടിക്കാം. എ ബി കണ്ടുപിടിക്കണമെങ്കിൽ 5 ഗുണിച്ച് വെക്കും, ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. അപ്പോൾ എ ബി ഈക്വൽ ടു 160/5. 160/5 ഓക്കെ ആണല്ലോ? ഓക്കെ, 3 5 15, 2 5 10, 32 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. കാര്യം ഇവിടുത്തെ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ഉണ്ട്, ഇത് ദൂരം ക്യാൻസൽ ആയിപ്പോൾ 32 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ ഈ എ ബിയുടെ നീളം 32 സെൻറ്റിമീറ്റർ, അതേപോലെ ഡി സിയുടെ നീളവും 32 സെൻറ്റിമീറ്റർ. ഒരെണ്ണം കിട്ടി. ഇനി എന്താണ് പറയുന്നത്? അതേപോലെ തന്നെ ഒരു സാമാന്തരികത്തിന് ഒരു വിസ്തീർണമേ ഉള്ളൂ. ഏത് ബേസിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ്, അല്ലെങ്കിൽ ആ വശത്തിൽ നിന്ന് വരയ്ക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് നീളവും വീതിയോടെ ഗുണിക്കുമ്പോൾ, അല്ലെങ്കിൽ ബേസും ഹൈറ്റോടെ ഗുണിക്കുന്നത് എങ്ങനെയൊക്കെ ഗുണിച്ചാലും ശരി ഒറ്റ ഉത്തരേ ഉത്തരത്തുള്ളൂ. അപ്പോൾ ഈ 162 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് കീഴിൽ ഇങ്ങനെ ഗുണിച്ചാലും ഒരു ഉത്തരേ കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് 32 ആണ്, അവിടുന്ന് ഹൈറ്റ് 5 എങ്കിൽ ഇവിടുത്തെ ഈ ബേസും ഈ ഹൈറ്റോട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടണം? ഈ ബേസും ഈ ഹൈറ്റോട് ഗുണിച്ചാലും നമുക്ക് ഈ 160 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ കിട്ടണം. നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം. ഇനി അടുത്ത പറയുന്നത് എ ഡി എന്ന് പറയുന്നതാണ്. ഈ എ ഡിയിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഹൈറ്റും, അല്ലെങ്കിൽ എ ഡിയിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ് ആയാലും കുറവ്, കാരണം ഇതും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എ ഡി ഇൻറ്റു, അപ്പോൾ ഇക്വേഷൻ ബേസിൻ്റെ ഹൈറ്റ് അല്ലയോ, ബേസ് എ ഡി ആയിട്ട് എടുത്താൽ ബേസിൽ ഇങ്ങോട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഹൈറ്റ് എന്ന് പറയുന്നത് 160 ആയിരിക്കണം. ഈ ഹൈറ്റ് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്, ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അടുത്ത ഹൈറ്റ് 20 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര? എ ഡി ഇൻറ്റു 20 ഈക്വൽ ടു 160. അപ്പോൾ എ ഡിയുടെ നീളം കണ്ടുപിടിക്കാം. എ ഡി ഈക്വൽ ടു 160/20. 160/20 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 8 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ ഈ എ ഡിയുടെ നീളവും 8 സെൻറ്റിമീറ്റർ ആണ്, അതേപോലെ ബി സിയുടെ നീളവും 8 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് കിട്ടി. ഇതിന് ചുറ്റളവിൽ കണ്ടുപിടിക്കണ്ടേ? ഇതെല്ലാം കൂടെ കൂട്ടുന്നതിൽ ചുറ്റളവ് നോക്കിയേ. 32 8 40, 32 8 40, 40 40 80 നീട്ടത്തില്ലയോ? 40 40 80. ഇനി അതല്ല, നമുക്ക് എന്താണ്? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ 2 × L + B അല്ലയോ? 2 × L + B, ലെങ്തും ബ്രെഡ്ത്തും കൂടെ ഗുണിക്കുന്നിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുന്നതാണ് എന്ന് പറയുന്നത് പോലെ ഇത് തമ്മിൽ ഗുണിച്ചിട്ട് ഇത് തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കും. ഗുണിക്കുമല്ലോ, കൂട്ടിയിട്ട് ഇരട്ടി എടുക്കുന്നില്ലയോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2 × L + B എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് വേണമെങ്കിൽ എഴുതാം. 2 × എല്ലും ബിയുടെ കൂടുമ്പോൾ 32 + 8. ഓക്കെ, ഇപ്പോൾ 2 × 32 8 കൂടെ കൂടുമ്പോൾ 40. 40 × 2 3 80 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നമ്മൾ ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുക. ലൊക്കേഷൻ 2 × L + B അല്ലയോ? അതേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഇതെല്ലാം 32 8 40. ഓക്കെ, 32 8 40, 40 40 80. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് 80 സെൻറ്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ.
ഓക്കെ, ഒറ്റയാനെ കണ്ടെത്തുക. ഇതിനകത്ത് ഒറ്റയാന ഏത്? 8, 27, 64, 100, 125, 216, 343. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ഒറ്റയാനെന്ന് വെച്ചാൽ എന്താ? 2ന്റെ ക്യൂബാണ് 8, അതേപോലെ തന്നെ 3ന്റെ ക്യൂബാണ് 27, 4ന്റെ ക്യൂബാണ് 64, അതേപോലെ തന്നെ 5ന്റെ ക്യൂബാണ് 125, 6ന്റെ ക്യൂബാണ് 216, 7ന്റെ ക്യൂബാണ് 343. ഓക്കെ ആണല്ലോ. ഇനി 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ് 100. 10ന്റെ സ്ക്വയർ ആണ് 100. ബാക്കിയെല്ലാം ക്യൂബാ. 2ന്റെ ക്യൂബ് 8, 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64, 5ന്റെ ക്യൂബ് 125, 6ന്റെ ക്യൂബ് 216, 7ന്റെ ക്യൂബ് 141. പക്ഷേ 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ 100 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തെ ഒറ്റയാൻ എന്ന് പറയുന്നത് 100 ആണ്. ബാക്കിയെല്ലാം ക്യൂബും ഒരെണ്ണം മാത്രമാണ് സ്ക്വയർ ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ഈ 10 മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇന്നത്തെ പരീക്ഷയ്ക്ക് വളരെ സിമ്പിളായിരുന്നു. വലിയ പാടുള്ള ക്വസ്റ്റ്യൻസില്ല, 1-2 എണ്ണം കാണാം ഉള്ളതെന്നല്ലാതെ വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇന്നത്തെ പരീക്ഷയ്ക്ക് ഇല്ലായിരുന്നു. എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇന്ന് എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്ര മാർക്കുകളൊക്കെ കിട്ടിയെന്നുള്ളത് ഇത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.